രാവിലെ കുഞ്ഞാറ്റ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇരുന്നിട്ട് കുളിക്കാനൊക്കെ കുളിച്ചിട്ടോ. മേല് കുളിക്കുക ചെയ്തത്, തല നനച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ അവൾക്ക് ഫ്രൂട്ട്സ് ഒക്കെ തൊലിച്ച് അങ്ങനെ കൊടുത്ത് അവള് TV കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേന് അമ്മ രാവിലെ ചോറൊക്കെ അടുപ്പത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറൊക്കെ എന്തായാലും വെന്തു. ഇനിയിപ്പോൾ എന്തായാലും വാർത്ത് വെക്കട്ടെ എന്ന് വിചാരിച്ച് വന്ന് നോക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെ ചോറ് ഊറ്റണ പാത്രം മോറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇനി അത് മോറി എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അത് പെട്ടെന്ന് മോറി എടുക്കണം. അമ്മ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് അമ്മ അങ്ങനെ ഇന്നിപ്പോൾ മെമ്പറെ, ഞങ്ങളുടെ പഴയ മെമ്പർ നമുക്ക് യാത്രയപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അംഗനവാടിയിൽ പോയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അമ്മ പോയി. ഇനി വരുമ്പോഴത്തേന് എന്തായാലും കുറച്ച് സമയം എടുക്കുമല്ലോ, എന്താണെന്ന് അറിയില്ല, ഇനി MLA വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് സമയം ആവുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇനി എന്തായാലും പെട്ടെന്ന് അത് ചോറ് വാർത്ത് വെക്കട്ടെ അമ്മ വരുമ്പോഴത്തേന് എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ അങ്ങനെ ചോറൊക്കെ വാർത്ത് വെക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്ന് പറയണത് കുറേ ദിവസമായിട്ട് നമ്മളിങ്ങനെ മുരിങ്ങയൊക്കെ താളിച്ചിട്ടൊക്കെ കേട്ടോ. അപ്പം മുരിങ്ങയൊക്കെ താളിക്കാന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അമ്മ വന്നിട്ട് എന്താ ചെയ്യണമെന്ന് അറിയില്ല കേട്ടോ. അപ്പൊ കുറച്ച് കറി ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇന്നലെ വെച്ച കുറച്ച് തക്കാളി കറി ഇരിക്കുന്നുണ്ട്. അപ്പൊ അത് ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി അത് എന്തായാലും കൂട്ടും ചെയ്യാന്നൊക്കെ വിചാരിക്കണം. പക്ഷെ കുറെ ദിവസമായി മുരിങ്ങയൊക്കെ താളിച്ചിട്ട്, ഇത്രയും ദിവസം മഴയും കാര്യങ്ങളല്ലായിരുന്നു. അപ്പോൾ മഴയൊക്കെ ഒന്ന് മാറി വന്നതല്ലേ, എന്നാൽ കുറച്ച് മുരിങ്ങ താളിപ്പൊക്കെ ആയി. എന്നും ഇപ്പൊ നമുക്ക് ഈ ചോറും ചാറും സാമ്പാറും എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇലക്കറികളൊക്കെ വെക്കേണ്ടേ ഇതൊക്കെ വിചാരിച്ചിട്ടോ. അങ്ങനെ ചോറൊക്കെ വറുത്തൽ കഴിഞ്ഞു. ചോറ് വറുത്ത് വെച്ചിട്ട് ഞാനിന്ന് എന്തായാലും ഇന്ന് രാവിലെ എന്തായാലും ഗോതമ്പ് ദോശ ഉണ്ടാക്കിട്ടോ. അപ്പൊ നാളെ എന്തെങ്കിലും ഇഡ്ഡലിയോ ദോശയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അരിയും അതേപോലെ ഉഴുന്നൊക്കെ വെള്ളത്തിലിടുക കേട്ടോ. ഒന്ന് കുറച്ച് നേരം വഴുകി ഇടാൻ കേട്ടോ. കുഴപ്പമില്ല, എന്നാലും നമ്മൾ വൈകുന്നേരം ആട്ടാനൊക്കെ ആകുമ്പോഴത്തേനും നല്ല കുതിരും കേട്ടോ. അപ്പൊ കുറച്ച് ഉലുവയൊക്കെ ഇട്ടിട്ട് എന്തായാലും വെള്ളമൊക്കെ ഒഴിച്ച് വെക്കണം. ഇനി അപ്പോഴത്തേനും അതൊന്ന് ആദ്യം ഒന്ന് കഴുകി എടുക്കണം കേട്ടോ. പിന്നെ തൊലിയില്ലാത്ത ഉഴുന്നാണ് കേട്ടോ ഞങ്ങൾ മേടിച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ എളുപ്പമായാലും. മറ്റേതാണെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല, വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിലും കുതിർന്നിട്ട് നമുക്ക് തൊലി കളഞ്ഞിട്ട് ആട്ടുമൊക്കെ ചെയ്യാം. അപ്പൊ അങ്ങനെ എന്തായാലും ഞാനത് എന്തായാലും വെള്ളത്തിലിട്ട് വെക്കട്ടെ കേട്ടോ. പിന്നെ കുറച്ച് ഉലുവയും കൂടി ഇടണം. ഞാനൊരു തൂക്കുപാത്രത്തിലാട്ടോ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ഡപ്പയിൽ അരിയാക്കി വെച്ചപ്പോ ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാം, ഉഴുന്ന് ഞാൻ ഈ തൂക്കുപാത്രം ഏതായാലും വെറുതെ ഇരിക്കല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് അതിലേക്ക് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ കുറെ കുപ്പിയും പാട്ടയും തെരഞ്ഞ് നടക്കണ്ടല്ലോ എന്നും വിചാരിച്ചും കൊണ്ട്. അപ്പൊ എന്തായാലും ഇനിയിപ്പോൾ അതൊന്ന് വെള്ളത്തിലിട്ടെ. രാവിലെ ഇപ്പം എന്തെങ്കിലും ഇവൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ മോക്കേ അപ്പൊ വയറ് കാളില്ലുള്ളൂ. നമ്മൾ അതൊന്നും ശീലിപ്പിച്ചില്ലെങ്കിലും ബുദ്ധിമുട്ടാണ് അവൾക്ക്. ഇപ്പൊ പിന്നെ അവള് ഭക്ഷണം കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടോ. രാവിലെ ഒരു ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്ത, ഇഡ്ഡലി അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. ദോശയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചട്ടിനിയൊക്കെ ഒഴിച്ച് നമ്മൾ അധികം എരിവില്ലാണ്ടൊക്കെ കൊടുത്താൽ അവൾ ഇങ്ങനെ നമ്മളിങ്ങനെ പൊട്ടിച്ച് കൈ കൊടുത്താൽ ആളൊരെണ്ണം കഴിക്കുകയൊക്കെ ചെയ്യട്ടോ. ഇപ്പം എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനം. അതുപോലെ ഉച്ചയ്ക്കാണെങ്കിലും കുറച്ച് കഞ്ഞി കുടിക്കാനും, അതേപോലെ നമ്മൾ ചെറിയ ഉരുളയൊക്കെ ആക്കിയിട്ട് ചോറൊക്കെ നല്ല വെന്ത ചോറാണെങ്കിൽ നല്ല ഉരുളയാക്കിയിട്ട് കറിയൊക്കെ ഒഴിച്ചിട്ട് അധികം എരിവില്ലാണ്ട് ഉരുളയൊക്കെ ആക്കി കൊടുത്താൽ അവൾ കഴിക്കും കേട്ടോ. അപ്പം അങ്ങനെ എന്തായാലും ഇനി അവളെ ഞാൻ കുളിപ്പിച്ച് അവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി അവൾ എപ്പോഴാണ് ഉറക്കം വരിക എന്നൊന്നും പറയാൻ പറ്റില്ല. ഉറക്കം വന്നാൽ അവളെ കിടത്തി ഉറക്കണം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ചോറൊക്കെ ആയി. ഇപ്പോഴാണ് കറി ഇല്ലല്ലോ, കറി വെക്കാനൊന്നും ഇല്ലല്ലോ എന്ന് ചിന്തിച്ചു. അപ്പം ഞാനും അമ്മയും കൂടി കുറച്ച് മുരിങ്ങടല പൊട്ടിക്ക് വെച്ചിട്ട് ആ പോസ്റ്റുകാലിക്ക് തക്കണ്ടാട്ടമ്മ. അമ്മ പറയാ വെയിൽ കാരണം അങ്ങോട്ട് കാണുന്നില്ല പറയാണ്. ആ അങ്ങോട്ട് പോണ കമ്പ് വെട്ടണം. അല്ലെങ്കിലും എന്താ അറിയോ, പോസ്റ്റുകാരിൽ മുട്ടു, ആ ലൈനിൽ മുട്ടുള്ളൂ. അമ്മ അവിടെ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. ഒരു 5-6 ഇല മതിയമ്മ. വൈകുന്നേരം നമുക്ക് ആ കയ്പയ്ക്ക് ഉപ്പേരി വെക്കാം. എന്നാ മടാളെടുത്തിട്ട് വരിപ്പോ. അയ്യോ, വീണോ? അമ്മ വലിച്ചത് ഒന്നായിട്ട് ഇങ്ങോട്ട് വീണു കേട്ടോ. കൊമ്പ് മൊത്തം ഇങ്ങോട്ട് പൊട്ടി താഴെ വീണു. ഇനി ആ കൊമ്പും കൂടി ഒന്ന് വെട്ടണം അല്ലേ അമ്മ? ഈ കൊമ്പും കൂടി ഒന്ന് വെട്ടണം കേട്ടോ. ലൈനിലേക്ക് പോവുള്ളൂ. ഇനി അങ്ങോട്ട് ഉയരം വെച്ചാൽ പിന്നെ അതിലേക്ക് മുട്ടും. പഴുക്കാത്ത തൂമ്പ് മതി. മുരിങ്ങ മൂത്തത് വേണ്ട, തൂമ്പ് മതിയമ്മ. വെയിലേറിയിട്ട് വെട്ട ഇപ്പൊ വെട്ടണ്ട.
നമ്മള് കാണുന്നിടത്ത് മുരിങ്ങ കമ്പിട്ടാല് കയ്യും കാലും മടങ്ങും നൂരും ചെയ്യില്ലാന്നോ? ഞാൻ പുതിയൊരു അറിവാക്കി. ഇതേതമ്മ മാക്സി? പുതിയ മാക്സിയാ? ഞങ്ങള് എന്താണ് മുരിങ്ങ താളിപ്പുണ്ടാക്കാലോന്നൊക്കെ വിചാരിച്ചിട്ട് നോക്കിയൊക്കെ മുരിങ്ങ പറിച്ചിട്ട് വന്നിട്ടോ ഫുള്ള് ചാഴി, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെ ഒന്ന് എടുത്ത് കാണിച്ചു തരും. അതില് ഞങ്ങള് പകുതിയൊക്കെ നന്നാക്കി ഇങ്ങോട്ട് കഴിഞ്ഞപ്പോ നിറച്ചും ഇതാണ്ടോ ഇതാണ്ടോ ഒരു ജാതി ഒരു എന്താ ഇതാണ്ടോ ഒരു ഇതാണ്ടോ ഇതാണ്ടോ ഇങ്ങനത്തെ പ്രാണികൾ കേട്ടോ നിറച്ചുണ്ട്. പിന്നെ ചാഴി ഇതാണ്ടോ, ഇതൊക്കെ ഈ കാണുന്നതൊക്കെ ചാഴിയാണ് കേട്ടോ. കളറായിട്ട് എന്താണെന്നറിയില്ല. ഇതുണ്ടോ നിറച്ച് ചാഴി കേട്ടോ. ഇതുണ്ടോ ഈ ഇലയിലൊക്കെ ഇതുണ്ടോ ഈ കാണുന്നത്, ഇത് ഈ ഇലയിൽ ഇത് അതുകൊണ്ട് ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ചു. ഇപ്പൊ ഞങ്ങള് മുറുന്നനെ ഇരിക്കാല്ലേ അമ്മ. അമ്മ പാവം കഷ്ടപ്പെട്ടിട്ട് പാവം അതൊക്കെ പറിച്ചു കൊണ്ടുവന്നതാ. നോക്കുമ്പോ ഇനി അത് വെക്കാൻ പറ്റാത്ത വിഷമായി. അപ്പൊ ഇന്നലെ കുറച്ച് തക്കാളി ചാറുണ്ട്. ഇന്നലെ രാത്രി ഞങ്ങളൊരു 10 മണിയൊക്കെ ആയപ്പോ വെച്ചതാട്ടോ. അതവിടെ ഇരിക്കുന്നുണ്ട്. എന്നാലും മുരിങ്ങ താളിക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ മുരിങ്ങ പറിക്കാൻ വേണ്ടി പോയതാ. നോക്കുമ്പോ അതെന്തായാലും നടന്നില്ല. ഇനിയിപ്പൊ അമ്മ പറഞ്ഞ ഉണക്കല മീൻ വറുത്തതുണ്ട്, അപ്പൊ അതും തക്കാളി ചാറൊക്കെ കൂട്ടി അച്ചാറൊക്കെ കൂട്ടിയിട്ട് കഴിക്കാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പ്ലാൻ മാറ്റിയിട്ടോ. ഇനി എന്തായാലും ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. മുരിങ്ങ താളിപ്പ് അങ്ങനെയായിട്ടോ. പക്ഷെ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ ഉണ്ടാവണത്. ഇത്രയും ദിവസം മഴയും കാര്യങ്ങളായിരുന്നു കേട്ടോ. ഇന്നാണ് ഇപ്പൊ ഒരു വെയിൽ ഉദിച്ചത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നോക്കി നോക്ക് മറ്റ ചാഴി. ഇങ്ങനെ നമ്മള് ഉണ്ടായിട്ടില്ല അല്ലേ അമ്മ? അല്ലേ? ഇന്നൊരു മാറ്റാവാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങള് കേട്ടോ മുരിങ്ങ താളിപ്പ് ഉണ്ടാക്കാന്ന് വിചാരിച്ച് പോയതാ. പിന്നെ എല്ലാം പണി പാളിയപ്പോ കുഞ്ഞാറ്റേനെ ഉറക്കാൻ കിടത്തിയത്, ആൾ ഉറങ്ങിയിട്ടൊന്നുമില്ല, അങ്ങനെ നീച്ചു പോന്നു കേട്ടോ. പിന്നെ ഞങ്ങള് എന്തായാലും ചോറൊക്കെ ഉണ്ട് ഞാനും അമ്മയും കൂടിയൊക്കെ കേട്ടോ. ഇവക്ക് ആദ്യം കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചു നേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഒരു 3 മണിയൊക്കെ ആയപ്പോ അമ്മ തേങ്ങ ആട്ടാൻ പോവാന്നും പറഞ്ഞുകൊണ്ടേ അപ്പൊ എല്ലാം റെഡിയാകും. അതിന്റെ മുമ്പിൽ ഇതാ കൊടയും വടിയും കുടച്ചക്കറൊക്കെ ആയിട്ട് ഇതാ ആള് മുമ്പിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞാറ്റ. അപ്പൊ വെയില് കൊണ്ടിട്ട് വെയിലത്തിട്ടുണ്ടായിരുന്നു രാവിലെ തേങ്ങ. അപ്പൊ ആ ചൂടോട് കൂടി തന്നെ കൊണ്ടുപോയി ആട്ടിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ, തണുത്താ പിന്നെ അച്ചിലൊട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ എന്നാ ഞാൻ കയ്യോടെ കൊണ്ടുപോയിട്ട് വരട്ടേന്നും പറഞ്ഞിട്ട് പോവാണ്. അവള് പോവാൻ വേണ്ടി വാശി പിടിക്കാം. എന്നിട്ട് പിന്നെ ഒരു കരച്ചിലും ബഹളമൊക്കെ നടന്നിരിക്കുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞു വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്തിട്ട് നമ്മളൊന്ന് സഹായിക്കാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ വലിയ വീഡിയോസ് ഒന്നും അല്ല കേട്ടോ. അപ്പൊ എല്ലാവരും നമ്മളെ സഹായിക്കുക. അപ്പൊ നല്ല വീഡിയോ ആയിട്ടും അടുത്ത് കാണാം. കുഞ്ഞാറ്റ ഇവിടെ ബഹളമൊക്കെ ആയിട്ടോ. അപ്പൊ ശരി, ടാറ്റാ.